ഹോർമൂസ് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിക്കാനുള്ള ഇറാന്റെ ശ്രമം ഇപ്പോൾ വലിയ വിവാദത്തിൽ വന്നുപെട്ടിരിക്കുകയാണ്. ഹോർമൂസ് വഴി ഓരോ കപ്പലുകളും കടന്നു പോകുമ്പോൾ ഇറാന്റെ പുതിയ നിബന്ധനകൾ ആ കപ്പൽ അവിടെ കടന്നു പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. പോരാത്തതിന് ഈ കപ്പൽ കടന്നു പോകുന്ന റൂട്ട് മാപ്പ് എല്ലാം തന്നെ അതിനു മുമ്പ് തന്നെ ബോധിപ്പിക്കണം വേണ്ടപ്പെട്ട അധികാരികളോട് എന്നൊക്കെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ പല ലോകരാജ്യങ്ങളും പ്രതിഷേധം ഇറാന് മുന്നിൽ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ പ്രതിഷേധത്തിലുപരി സൗദി അറേബ്യ ഇറാന് ഒരു മുന്നറിയിപ്പ് തന്നെ കൊടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ ഹോർമൂസ് കടലെടുക്ക് സംബന്ധിച്ച അടുത്ത തീരുമാനങ്ങൾ കണ്ട് സൗദി അറേബ്യ അസ്വസ്ഥരാണ്. കരാർ പ്രകാരം 60 ദിവസത്തിന് ശേഷം ഹോർമൂസ് കടലെടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ അധികൃതർ ഫീസ് ഈടാക്കും. സൗദി സർക്കാർ ഈ വ്യവസ്ഥയെ എതിർക്കുകയും കപ്പലുകളുടെ ചലനം സ്വതന്ത്രമായി നിലനിർത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഫെബ്രുവരി 28 ആക്രമണത്തിന് മുമ്പ് ഹോർമൂസ് കടലെടുക്ക് സുഗമമായി പ്രവർത്തിച്ചിരുന്നതാണെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. യുദ്ധത്തിന് മുമ്പ് സുരക്ഷാ പ്രശ്നങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും ടോൾ പിരിക്കുന്നുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിന്റെ പേരിൽ പുതിയ ടോൾ സംവിധാനം ഏർപ്പെടുത്തരുത്, പഴയ സംവിധാനം തന്നെ തുടരണം എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അമേരിക്കയുമായുള്ള സമാധാന കരാർ പുറത്തിറക്കി. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച 14 പോയിന്റ് കരാറിൽ ഹോർമൂസ് കടലെടുക്കിനെ ചൊല്ലിയുള്ള ഒരു വ്യവസ്ഥ ഉൾപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലപാത നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും യൂറോപ്യൻ നാവിക ദൗത്യത്തിനുള്ള ഒരു പദ്ധതിയും അംഗീകരിക്കില്ല എന്നുമാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.